ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീട് താഴിട്ട് പൂട്ടി സ്വകാര്യ പണമിടപാട് സ്ഥാപനം. കൗൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ താഴെ തകർത്ത വീട്ടുകാരെ അകത്ത് കയറ്റി. പെരുമ്പടപ്പ് കോണത്ത് വീട്ടുകാർ പുറത്തുപോയ തക്കം നോക്കി വീട് കുത്തി തുറന്ന് താഴിട്ടും സ്വകാര്യ പണമിടപാട് സ്ഥാപനം. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പണമിടപാട് സ്ഥാപനമാണ് വീട്ടുകാരില്ലാത്ത സമയം കുട്ടിയുടെ മരുന്ന് പോലും എടുക്കാൻ സമ്മതിക്കാതെ പുതിയ താഴ് പിടിപ്പിച്ച് പൂട്ടിയത്. പള്ളുരുത്തി കോളം സ്വദേശിനി നാലുകണ്ടത്തിൽ വീട്ടിൽ സജിത 2017 സ്ഥാപനത്തിൽ നിന്ന് 10 ലക്ഷം രൂപ വായ്പെടുത്തിയിരുന്നു. പിന്നീട് 13,80,000 രൂപയോളം തിരിച്ചടച്ചതായി പറയുന്നു. ഇതിനിടെ ഏതാനും മാസങ്ങളായി ലോൺ മുടങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പില്ലാതെ സ്ഥാപനത്തിലെ ആളുകൾ എത്തി വീട് കുത്തി തുറന്ന് 2 താഴികൾ പിടിപ്പിച്ച് വീട് പൂട്ടിയത്. ഇതിനിടെ അയൽവീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടുടമ എത്തിയെങ്കിലും വീട് തുറന്നു നൽകുവാൻ പണമിടപാട് സ്ഥാപനം തയ്യാറായില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അസുഖബാധിതനായതിനെ തുടർന്ന് സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് പോലും കൊടുക്കുവാൻ പണമിടപാട് സ്ഥാപനം സമ്മതിച്ചില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കുട്ടികളുടെ പഠനോപകരണങ്ങളും ഭക്ഷണവും ഉൾപ്പെടെ വീടിനുള്ളിൽ പൂട്ടിയാണ് ഇവർ മടങ്ങിയത്. പെട്ടിക്കട നടത്തുകയാണ് വിധവ കൂടിയായ സജിത. 10 ലക്ഷം എടുത്ത് 10 ലക്ഷം എടുത്തിട്ട് 15 ലക്ഷത്തിന് 13 ലക്ഷത്തിൽ 80 അടച്ചും കൂടി 2 ലക്ഷം സബ്സിഡിയും കയറി 15 ലക്ഷം 15-80 അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി എത്ര അടക്കണം? 13 ലക്ഷം അടക്കണം അവര് പറയണം. ഞങ്ങൾ ഇവിടെ വീട് വിറ്റിട്ട് വരെ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സജിതയുടെ മകളും വിദ്യാർത്ഥികളുമായ കുട്ടികളുമാണ് വീട്ടിൽ താമസം. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ താമസിച്ചിരുന്ന വാടകക്കാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതിനിടെ സംഭവം അറിഞ്ഞെത്തിയ കൗൺസിലർ അഭിലാഷ് തോപ്പിലും കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വീട് പൂട്ടിയിരുന്ന താഴെയും മുകളിലുമുള്ള 4 താഴുകളും പൊളിച്ചു നീക്കി വീട്ടുകാരെ അകത്ത് കയറ്റി. സംഭവം അറിഞ്ഞ് പള്ളുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. DCC സെക്രട്ടറി NR ശ്രീകുമാർ, VF ഏണസ്റ്റ്, MA ജോസി, K അഫ്സൽ എന്നിവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 3 വീടുകളാണ് ഈ സ്ഥാപനം പെരുമ്പടപ്പ് മേഖലയിൽ ജപ്തി ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി 13 ലക്ഷം രൂപ കൂടി അടക്കണമെന്നാണ് സ്ഥാപനം വീട്ടമ്മയോട് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.